ചെന്നൈയിൽ നിന്ന് ബംഗളൂരുവിലേക്ക് പോകാൻ എത്ര സമയം വേണം? ആകാശമാർഗമാണെങ്കിൽ 1 മണിക്കൂർ എടുക്കും അല്ലേ? എന്നാൽ റോഡ് മാർഗമാണെങ്കിലോ 3-4 മണിക്കൂർ എടുക്കും. എന്നാൽ 30 മിനിറ്റ് കൊണ്ട് ചെന്നൈയിൽ നിന്ന് ബാംഗ്ലൂർ എത്താൻ പറ്റുമോ? എന്നാൽ ഇനി പറ്റും എന്നറിഞ്ഞോളൂ. ബാംഗ്ലൂർ ചെന്നൈ നഗരഹൃദയങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് രാജ്യത്തെ ആദ്യത്തെ ഹൈപ്പർ ലൂപ്പ് വരികയാണ്. കഴിഞ്ഞ ദിവസം കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ഹൈപ്പർ ലൂപ്പ് സാങ്കേതിക വിദ്യയ്ക്കായുള്ള ആദ്യ പരീക്ഷണ ട്രാക്ക് പൂർത്തിയാക്കിയതായി അറിയിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ എക്സിൽ പങ്കുവച്ചിരുന്നു. നമ്മൾ പലരും കണ്ടതാണ് ആ വീഡിയോ. ഭൂമിക്കടിയിലോ മുകളിലോ ഒക്കെ നിർമ്മിക്കുന്ന പ്രത്യേക അന്തരീക്ഷം ഉൾക്കൊള്ളുന്ന ട്യൂബാണ് ഹൈപ്പർ ലൂപ്പ്. ഈ ഹൈപ്പർ ലൂപ്പിലായിരിക്കും വാഹനം മുന്നോട്ട് ചലിക്കുക. മറ്റൊരു രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ് എങ്കിൽ ആളുകൾക്ക് ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരിടത്തേക്ക് ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കാനുള്ള പ്രത്യേക യാത്രാ സംവിധാനം. ഈ മാർഗത്തിലൂടെ മണിക്കൂറിൽ 1200 കിലോമീറ്റർ വേഗതയിൽ യാത്ര സാധ്യമാകും. ഇലോൺ മസ്ക് ഈ ആശയം അവതരിപ്പിക്കുന്നത് 2013-ലാണ്. ഇതിൽ അന്തരീക്ഷമർദ്ദത്തിന് പകരം മാഗ്ലേവിലേതുപോലെ 2 ഇലക്ട്രോ മാഗ്നറ്റിക് മോട്ടോറുകളാണ് ക്യാപ്സ്യൂളിനെ മുന്നോട്ട് ചലിപ്പിക്കുക. ട്യൂബിനകത്ത് വായു നീക്കം ചെയ്തിരിക്കും. മർദ്ദം കുറഞ്ഞ വായു മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക. ക്യാപ്സ്യൂളിന്റെ മുൻവശത്ത് ഒരു കംപ്രസർ ഫാൻ ഉണ്ടായിരിക്കും. ഇത് ട്യൂബിലെ വായുവിനെ പുറകിലേക്ക് തിരിച്ചുവിടുകയും വായു വാഹിനികളിലേക്ക് അയക്കുകയും ചെയ്യും. സ്കീ പാഡിൽ പോലുള്ള ഇവ ഘർഷണം കുറയ്ക്കുന്നതിനായി ക്യാപ്സ്യൂളുകളെ ട്യൂബിന്റെ ഉപരിതലത്തിന് മുകളിലേക്ക് ഉയർത്തും. കാലാവസ്ഥയും ഭൂമികുലുക്കത്തെയും പ്രതിരോധിക്കാൻ സാധിക്കുന്ന രീതിയിലാണ് ഈ ട്യൂബ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ക്യാപ്സ്യൂളുകൾക്കായി പ്രത്യേക ട്രാക്ക് ഇല്ലാത്തതിനാൽ ട്യൂബിന്റെ ഭാഗങ്ങൾ ട്രെയിൻ വളയ്ക്കുന്നതിനനുസരിച്ച് ചലിപ്പിക്കാം. സിസ്റ്റത്തിന് ആവശ്യമായ ഊർജ്ജം ടണലിന്റെ മുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന സൗരോർജ്ജ പാനലുകളിൽ നിന്നും ലഭിക്കുന്ന രീതിയിലാണ് ഡിസൈനിങ്. കാര്യങ്ങളൊക്കെ ശരിയായ രീതിയിലാവുകയാണെങ്കിൽ വിജയവാഡ, അമരാവതി നഗരഹൃദയങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് രാജ്യത്തെ ആദ്യ ഹൈപ്പർ ലൂപ്പ് സാധ്യമാകും. ഇതിലൂടെ 5 മിനിറ്റ് കൊണ്ട് 35 കിലോമീറ്റർ പിന്നിടാൻ സാധിക്കും. പദ്ധതിയുടെ ചിലവ് എത്രയാകും എന്നതിൽ ഇനിയും വ്യക്തത വന്നിട്ടില്ല. ഇതിനെക്കുറിച്ച് വളരെ പെട്ടെന്ന് വിവരം നൽകാൻ സാധിക്കും എന്നാണ് പ്രതീക്ഷ. IIT മദ്രാസിലെ ആവിഷ്കാർ ഹൈപ്പർ ലൂപ്പ് ടീമിന്റെയും സ്ഥാപനത്തിലെ ഇൻക്യുബേറ്റഡ് സ്റ്റാർട്ടപ്പിന്റെയും സംയുക്ത സംരംഭമാണ് ഹൈപ്പർ ലൂപ്പ് ട്രാക്ക്. 2012-ൽ ഇലോൺ മസ്ക് ആണ് ഈ ആശയം ജനകീയമാക്കിയത്. മാസ്കിന്റെ ആശയം പിന്നീട് ലോകമാകെ ഏറ്റെടുത്തു. IIT മദ്രാസിൽ നിന്നുള്ള ബിരുദാനന്തര വിദ്യാർത്ഥികളായ 76 പേരാണ് ആവിഷ്കാർ ഹൈപ്പർ ലൂപ്പ് ടീമിലുള്ളത്. 2 ഘട്ടങ്ങളായിട്ടാണ് പദ്ധതി നടപ്പിലാക്കുക. ഹൈപ്പർ ലൂപ്പിലൂടെ സഞ്ചരിക്കുന്ന പോഡുകളുടെ പരീക്ഷണ ഓട്ടമാണ് ഇതിൽ പ്രധാനം. താഴ്ന്ന മർദ്ദാവസ്ഥയിലുള്ള ഹൈപ്പർ ലൂപ്പിലൂടെ അസാധാരണ വേഗതയിൽ പോഡുകൾക്ക് സഞ്ചരിക്കാൻ സാധിക്കും. ഓരോ പോഡിലും 24 മുതൽ 28 വരെ യാത്രക്കാരെ വഹിക്കാൻ സാധിക്കുന്ന വിധത്തിലാണ് രൂപകൽപ്പന. ഹൈപ്പർ ലൂപ്പ് സാങ്കേതിക വിദ്യയിലൂടെ പോയിന്റ് ടു പോയിന്റ് യാത്ര വേഗത്തിലാക്കാൻ സാധിക്കും എന്നതാണ് പ്രത്യേകത. വരാനിരിക്കുന്നത് വലിയ യാത്രാ വിപ്ലവമാണ് എന്ന് ശാസ്ത്രലോകം വിലയിരുത്തുന്നു. 3 വർഷം മുൻപാണ് US-ലെ ലാസ് വെഗാസിൽ വിർജിൻ ഹൈപ്പർ ലൂപ്പിന്റെ പരീക്ഷണം നടന്നത്. 500 മീറ്ററോളം നീളമുള്ള സ്റ്റീൽ നിർമ്മിതമായ ടെസ്റ്റ് ട്രാക്കാണ് പരീക്ഷണത്തിന് ഉപയോഗിച്ചത്. ഒരു ഇന്ത്യക്കാരൻ അടക്കമുള്ള യാത്രക്കാരുമായി മണിക്കൂറിൽ 161 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കാൻ പോഡിനായി. കുറഞ്ഞ ഇന്ധനച്ചെലവിൽ വിമാനത്തിന്റെ ഇരട്ടി വേഗതയിലേക്കാം എന്നതാണ് ഹൈപ്പർ ലൂപ്പ് മുന്നോട്ട് വയ്ക്കുന്ന വാഗ്ദാനം. കൂടാതെ കാലാവസ്ഥാ പ്രശ്നങ്ങളും അപകട സാധ്യതകളും കുറവാണെന്നും ഇവർ വാദിക്കുന്നു. സ്റ്റീൽ ട്യൂബിനുള്ളിൽ കാന്തിക സഹായം ഉപയോഗിച്ച് ഒരിടത്തും മുട്ടാതെയാകും പോഡിന്റെ നിൽപ്പ്. ഇതിനൊപ്പം വായുമർദ്ദം കൂടി ഇല്ലാതാകുന്നതോടെ അക്ഷരാർത്ഥത്തിൽ ഘർഷണം ഇല്ലാതാകുന്നു. ഇതാണ് കുറഞ്ഞ ചെലവിൽ അതിവേഗത്തിൽ സഞ്ചരിക്കാൻ സഹായിക്കുന്നത്. 2014-ലാണ് ഇന്ത്യയിൽ ഹൈപ്പർ ലൂപ്പ് പദ്ധതി അവതരിപ്പിക്കപ്പെടുന്നത്. ചെന്നൈ ബംഗളൂരു യാത്ര 30 മിനിറ്റായി ചുരുക്കാം എന്നായിരുന്നു ഹൈപ്പർ ലൂപ്പ് ട്രാൻസ്പോർട്ടേഷൻ ടെക്നോളജീസ് കമ്പനിയുടെ വാഗ്ദാനം. കൂടാതെ ഹൈദരാബാദ് വിജയവാഡ യാത്ര 6 മിനിറ്റായി ചുരുക്കാനുള്ള പദ്ധതി ലക്ഷ്യമിട്ട് ആന്ധ്ര സർക്കാരുമായി ധാരണാപത്രം ഒപ്പിടുകയും ചെയ്തു. മുംബൈ, പൂനെ നഗരങ്ങളെ ബന്ധിപ്പിച്ച് സമാന പദ്ധതി നടപ്പാക്കാനായി ഹൈപ്പർ ലൂപ്പ് 1 എന്ന കമ്പനി 2018-ൽ ധാരണയിൽ എത്തുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.